പാർവതി, തന്നെ പറ്റിയുള്ള എന്റെ വിശ്വാസം തെറ്റായിപ്പോയല്ലോ. സർ, ഞാൻ എല്ലാം സാറിനോട് പറയണമെന്ന് കരുതിയതാ. പിന്നെ അത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അന്നേരം ശേഖരമേനോൻ പ്രഭാവതി അമ്മയുടെ ആദ്യ ഭർത്താവാണോ എന്ന് ഒരു സംശയം എനിക്ക് തോന്നി. അതുകൊണ്ടാ സാറിനോടിത് പറയണോ വേണ്ടോ എന്ന് ഞാൻ പഠിച്ചത്. ശരി, അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് തനിക്ക് എന്നോട് തുറന്ന് പറയാറുന്നില്ലേ? തന്റെ സംശയങ്ങൾ എന്ത് തന്നെയായാലും അത് എന്നോട് സംസാരിച്ച് പരിഹരിക്കേണ്ടതായിരുന്നു. ഇവിടെ എനിക്ക് നഷ്ടപ്പെട്ടത് തന്നിൽ അർപ്പിച്ചിരുന്ന വിശ്വാസമാണ്. ഏതൊരു ബന്ധത്തിന്റെ അടിസ്ഥാനം അത് വിശ്വാസമാണ്. ആ വിശ്വാസം നശിച്ചാൽ പിന്നെ ആ ബന്ധത്തിന് യാതൊരുവിധ സ്ഥാനവുമില്ല. ഇവിടെ അത് സംഭവിച്ചിരിക്കുക. സർ, നമ്മൾ ഒരു മനസ്സും ഒരു ശരീരമാണെന്ന് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ മനസ്സുകൾ തമ്മിൽ ഒത്തിരി അകലത്തിലാണെന്ന്. സർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. എനിക്കുണ്ടായിരുന്ന വിശ്വാസം താനായിട്ടാ നശിപ്പിച്ചത്. അങ്ങനെ താൻ പറയുന്ന വാക്കുകൾക്ക് ഞാൻ എന്തിന് ചെവി ഓർക്കണം? ഇനി ഞാൻ എന്തിനാ തന്നോട് സംസാരിക്കുന്നത്? വല്ലാത്തൊരു കുരുക്കിലാണല്ലോ പെട്ടിരിക്കുന്നത്. പ്രഭാവതി ഇങ്ങനൊരു കെണിയൊരുക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഏതായാലും അവിടെ നിന്ന് പുറത്തു ചാടാനായത് നന്നായി. ഇനിയിപ്പോ ഞാൻ കാരണം പാർവതിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവോ? പാർവതി എന്തായാലും അവര് ചോദ്യം ചെയ്യും. ഇത്രയും നാൾ എല്ലാ സത്യങ്ങളും അത് വിശാലിനോട് പറയാത്തതിന്റെ പേരില് വിശാൽ പാർവതിയെ സംശയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംശയം ഉണ്ടായാൽ അവരുടെ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാവും. അവർക്കിടയിൽ വിള്ളൽ സംഭവിക്കും. യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താനായി പാർവതി എത്ര തന്നെ ശ്രമിച്ചാലും അത് കേൾക്കാൻ ആരും കൂട്ടാക്കില്ല. പ്രഭാവതി അവൾ കരുതിക്കൂട്ടിയിരുന്നതുപോലെ ഈ അവസരം കൃത്യമായി ഉപയോഗിക്കും. വിശാലിനെ അവൾ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കും. പാർവതി രക്ഷിക്കണം. വിശാലിനെ സത്യങ്ങൾ ധരിപ്പിക്കണം. മരിക്കുന്നതിനു മുമ്പ് പ്രഭാവതിയെക്കുറിച്ചുള്ള സകല വസ്തുതകളും തെളിവുകൾ സഹിതം വിശാലിനെ അറിയിക്കണം. അത് തെളിയിക്കണം. പ്രഭാവതി ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. അവൾ ചെയ്ത ക്രൂരതകൾക്കുള്ള ശിക്ഷ അവൾ അനുഭവിക്കണം.
നിക്കണേ. വെയിറ്റ് വിശാൽ, വിപിൻ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇത്രയും നാള് ഇയാള് വേഷം മാറി ഈ വീട്ടിൽ താമസിച്ച് എന്നെ കൊല്ലാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ശത്രു ഇയാള് മാത്രമല്ല. ശേഖരനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പാർവതിയല്ലേ? അപ്പോ ശേഖരനെ കുറിച്ചുള്ള വിവരങ്ങൾ പാർവതിക്ക് അറിയാമായിരിക്കും. അവളോട് നീയൊന്ന് ചോദിച്ചാൽ ശേഖരൻ പോയി ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങള് അവള് പറഞ്ഞു തരും. അയാൾ ആരായിരുന്നു എന്ന് തനിക്കറിയാമായിരുന്നു എന്ന്. ദേ, അതറിഞ്ഞിട്ടും താനത് എന്നോട് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് അറിയാമായിരുന്നു. എനിക്കറിയായിരുന്നു ചന്ദ്രശേഖര മേനോനാണെന്ന്. എനിക്കറിയാമായിരുന്നു. അമ്മയുടെ വാക്ക് കേട്ട് ശേഖരമേനോനെ രക്ഷപ്പെടാൻ അനുവദിക്കരുതായിരുന്നു. അയാളെ ഇവിടെ വച്ച് തന്നെ ഇന്നലെ തന്നെ തീർക്കണമായിരുന്നു. ജയിലിൽ നിന്നും ഇറങ്ങിയിട്ട് അവൻ വേഷം മാറി ഇവിടെ തന്നെ വന്ന് താമസിച്ചു. ഞങ്ങളെ എല്ലാവരെയും കബളിപ്പിച്ചു. എല്ലാം അറിഞ്ഞിട്ടും, അയാൾ ശേഖരമേനോനാണെന്ന് അറിഞ്ഞിട്ടും പാർവതി അതുകൂടി മറച്ചു വെച്ചു. പാർവതി എന്തിനത് ചെയ്തു? അവളിൽ നിന്നും ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചില്ല. ഇതിൽ നിന്നും എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്? ശേഖരമേനോനൊപ്പം ചേർന്ന് പാർവതിയും എന്നെ ചതിക്കുകയായിരുന്നു എന്നല്ലേ? എന്നെ മാത്രമല്ല, ഈ കുടുംബത്തെയും. വിശാൽ സർ, എനിക്കൊന്നും കേൾക്കണ്ട, എന്നോടൊന്നും പറയാനും നിൽക്കണ്ട. അത് ഇന്നലെ രാത്രി തന്നെ തന്നോട് ഞാൻ പറഞ്ഞല്ലേ, നമുക്കിടയില് ഇനി യാതൊരു ബന്ധവുമില്ല. തന്നെ കണ്ണടച്ച് വിശ്വസിച്ചത് എന്റെ തെറ്റ്. വിശാൽ സർ, എനിക്കിപ്പോ ഒന്നും അറിയില്ല. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കണ്ട, ഒന്നും എനിക്കറിയില്ല. വിശാൽ സർ, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. തെറ്റല്ല, മഹാപാപം. എന്റെ അമ്മയെ കൊന്ന ഒരുത്തനെ, എന്റെ ശത്രുവിനെ താനിവിടെ ആഹാരം കൊടുത്ത് പോറ്റി വളർത്തിയത്. അയാൾ ആരാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും താനത് എന്നിൽ നിന്നും മറച്ചു വെച്ചു. അതൊരിക്കലും മറവി കൊണ്ട് സംഭവിച്ചതല്ല, മനഃപൂർവ്വം പറയാതിരുന്നതാ. എന്തിനു വേണ്ടി താനത് മറച്ചു വെച്ചു? സർ, ഞാനത് പറഞ്ഞില്ലേ? പ്രഭാവതി അമ്മയുടെ ആദ്യ ഭർത്താവാണെന്ന് അറിഞ്ഞപ്പോ. ഇല്ല, അതൊന്നും ഒരു എക്സ്ക്യൂസേ അല്ല. ഇതൊന്നും ഞാൻ വിശ്വസിക്കുകയില്ല. അയാൾക്ക് എന്റെ അമ്മയെ കൊന്നതുപോലെ പ്രഭാവതി അമ്മയും കൊല്ലണം. അതിന് അയാള് തന്നെ കൂട്ടുപിടിച്ചു. താൻ എങ്ങനെയാ അയാളുടെ വലയിൽ വീണമെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ഒന്ന് വ്യക്തമാണ്, താൻ അയാൾക്കൊപ്പം ചേർന്ന് ഞങ്ങളെയൊക്കെ ചതിക്കാൻ നോക്കി.
എന്താ സാർ പറഞ്ഞത്? ഞാൻ ഞാൻ ചതിക്കാൻ നോക്കിയെന്നോ? അയ്യോ, എന്റെ ഉദയനൂരമ്മ, എനിക്ക് എന്തിനാ ഇങ്ങനൊരു പരീക്ഷണം? വിശാൽ സാർ പറയുന്ന കേട്ടില്ല, ഞാൻ ചതിക്കാൻ നോക്കിയെന്ന്. സാർ, ഞാൻ ചതിക്കാൻ നോക്കിയെന്ന് മാത്രം പറയരുത്. അത് എനിക്ക് സഹിക്കില്ല. ഞാൻ ഒരു ചതിയും കാണിച്ചിട്ടില്ല. പിന്നെ പിന്നെ നീ എന്താ ഈ കാണിച്ചത്? ഞാൻ പറയാം. സാഹചര്യങ്ങളാ ഞാൻ അറിഞ്ഞ സത്യങ്ങൾ സാറിൽ നിന്ന് മറച്ചു വെക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. സാറ് അതൊന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചേ തീരൂ. എല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ പറയാം. അപ്പോ സാറിന് അത് ബോധ്യപ്പെടും. സാർ, ഹലോ വിശാലേ, ഇത് ഞാനാ, ശേഖരൻ. ശേഖരമേനോൻ. ശേഖരമേനോനോ? എടോ, എന്ത് ധൈര്യം ഉണ്ടായിട്ടാണോ താൻ എന്നെ വിളിക്കുന്നത്? വിശാലേ, വിശാലിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. എന്നെ കൊല്ലാനുള്ള പകയിലും ദേഷ്യത്തിലുമാണ് വിശാലിപ്പോൾ ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഇതൊന്നും കൊണ്ട് എൻ്റെ കോൾ കട്ട് ചെയ്യരുത്. ദയവീത് ഞാൻ പറയുന്നത് വിശാല് കേൾക്കണം. ഞാൻ പറയുന്നത് വിശാൽ വിശ്വസിക്കണം. എടോ, തന്നെ എന്റെ കൈ കിട്ടിയ അന്ന് തന്റെ അന്ത്യോ. നീ എവിടെ ഒളിച്ചിരുന്നാലും നിന്നെ ഞാൻ പൊക്കിയിരിക്കും. ഞാൻ എവിടെ ഒളിച്ചിരിപ്പില്ല വിശാലേ. ഞാൻ നിന്നിൽ നിന്നും ഒളിച്ചോടിയിട്ടുമില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് വിശാലിനെ കാണണം. അതിനു മുമ്പ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ അമ്മയ്ക്ക് തുല്യം വിശ്വസിക്കുന്ന പ്രഭാവതിയില്ലേ, അവളും മഹാവഞ്ചകിയാണ്. അവള് നിന്നെയും നിന്റെ കുടുംബത്തെയും ചതിക്കുക. അവള് നിന്നോട് കാണിക്കുന്ന സ്നേഹ വാത്സല്യങ്ങളൊക്കെ കപടവാ. നിനക്കത് ബോധ്യപ്പെടണം. നിന്നെ ഞാനത് ബോധ്യപ്പെടുത്തി തരാം. എടോ, തന്റെ അഭ്യാസമൊന്നും എന്നോട് വേണ്ട. താനെ എന്നെ ഇവിടെ മിസ്ലീഡ് ചെയ്യാനും നോക്കണ്ട. എടാ, ഞാൻ നിന്നെ ഒരു തരത്തിലും മിസ്ലീഡ് ചെയ്യുന്നില്ല. പ്രഭാവതിയുടെ ചതിയുടെ കഥകൾ, തെളിവുകളടക്കം ഞാൻ നിന്നെ കാണിക്കാം. അത് കണ്ടതിന് ശേഷം ഞാൻ പറയുന്ന നീ വിശ്വസിച്ചാ മതി. ഇപ്പൊ നീ ഞാൻ പറയുന്നിടത്തേക്ക് വാ. എന്താ, അതിന് നിനക്ക് ഭയമുണ്ടോ? ഭയം നിനക്ക് വേണ്ട. നിന്നെ കാണാനേ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? വരാടാ, നീ പറയുന്നിടത്തേന് ഞാൻ വരാം. എവിടെ വരണമെന്ന് പറ. നിന്നെ ഞാൻ അവിടെ വന്ന് കാണാം. എനിക്ക് കാണണം നിന്നെ. നിന്നോടുള്ള കണക്കുകളൊക്കെ എനിക്ക് തീർക്കണം. പറയടാ, ഞാൻ എങ്ങോട്ടാ വരേണ്ടത്? അങ്ങനെയെങ്കിൽ അങ്ങനെ. എനിക്കെന്തായാലും വിശാലിനെ കണ്ടേ മതിയാവും. ഞാൻ പുഴക്കരയിലുണ്ട്. വിശാൽ ഇങ്ങോട്ട് വാ. വരാടാ, ഞാൻ ഇപ്പൊ തന്നെ വരാം. സാർ, വിശാൽ സാർ. മാറടി. സാർ, സാർ, വേണ്ട വേണ്ട, പോരുത്, അങ്ങോട്ട് പോരുത് സാർ, വേണ്ട. മാറ്, മുന്നീന്ന് മാറാൻ. സാർ,
വേണ്ട. എന്തിനാ എന്തിനാ ഈ തോക്കെടുത്തേ? എന്തിനാ ഇതൊക്കെ? സാർ, ഇതും കൊണ്ട് അവിടെ ചെന്നോ അതിനകത്തത് എന്തെങ്കിലും നടക്കും. ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥയില് സാറ് അയാളെ കൊല്ലും. നിന്നോട് മാറി നിൽക്കാനാ ഞാൻ പറഞ്ഞത്. മാറി നിൽക്കാൻ. സാർ, വിശാൽ സാർ. സാർ, വിശാൽ സാർ. അയ്യോ, വിശാൽ സാർ. വിശാൽ സാർ, തുറക്ക്. വിശാൽ സാർ. വിശാൽ സാർ. സാർ, കതക് തുറക്ക്. വിശാൽ സാർ, തുറക്ക്. ആരെങ്കിലും ഈ കതക് തുറക്കോ? പാർവതിയാണല്ലോ. അവൾക്ക് എന്താ പറ്റിയത്? ഈശ്വര, അയ്യോ, എന്തോ ദേനോരമ്മ, ഇനി എന്ത് ചെയ്യും? വിശാൽ സാർ, വിശാൽ സാർ. കൊല്ലൂന്ന് പറഞ്ഞ് വിശാൽ സാറ് ഒരു തോക്ക് എടുത്ത് ഇറങ്ങിയിരിക്കുവാ. ഇപ്പോഴത്തെ സാഹചര്യത്തില് വിശാൽ സാറ് അത് ചെയ്യുകയും ചെയ്യും. സാറിനെ അതിൽ നിന്നൊന്ന് തടയണം. ഞാൻ അതിനു വേണ്ടി പോവാ. എന്റെ പാർവതി, നീ ഒന്ന് ടെൻഷൻ ആവാതിരിക്കെ. ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. അബദ്ധമൊന്നും കാണിക്കരുതെന്ന് ഞാൻ അവനോട് പറയാം. അമ്മ, ഞാനൊന്ന് വിളിക്കട്ടെ പാർവതി. ഗാർഗി, എന്താ അമ്മ? അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. പാർവതി, നീ പേടിക്കണ്ട. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നീ ഇവിടെ നിൽക്ക്. അവൻ കുറച്ചു കഴിയുമ്പോ പോയതുപോലെ ഇങ്ങ് വരും. ഇല്ല, എനിക്ക് അതും പ്രതീക്ഷിച്ച് കാത്തിരിക്കാൻ പറ്റത്തില്ല അമ്മ. വിശാൽ സാർ ചിലപ്പോ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോവും. അത് പാടില്ല. പാർവതി, നീ എന്തായാലും തനിച്ചു പോണ്ട, ഞാനും കൂടെ വരാം. വാ. പാർവതി, ഗാർഗി. പാർവതി വിശാലിന്റെ പിന്നാലെ പോയാൽ ഞാൻ തയ്യാറാക്കിയ പദ്ധതി നടക്കില്ല. അതിനു മുൻപ് എന്തെങ്കിലും ചെയ്യണം. പ്രഭാവതി ഇന്നുവരെ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ കൊലച്ചതികളെക്കുറിച്ചും വിശാലിനോട് തുറന്നു പറയണം. വിശാലിൻ്റെ കുടുംബ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് അവൾ ഗോപിനാഥിൻ്റെ ഭാര്യയായി അവിടെ കയറിക്കൂടിയിരിക്കുന്നതെന്ന് വിശാലിനെ ബോധ്യപ്പെടുത്തണം. ശേഖരമേനോനെ, നിങ്ങളെ കൊല്ലാൻ വേണ്ടി വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മയെ ഇല്ലാതാക്കിയ നിങ്ങളെ ഇന്ന് ഞാൻ വെറുതെ വിടില്ല. പ്രതാപ, ഇതുവരെ എല്ലാം നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെയാ നടന്നിരിക്കുന്നത്. അതെ ചേച്ചി, സാധാരണ എവിടെയെങ്കിലും പാളിച്ച് സംഭവിക്കാറുള്ളതാ. എന്നാ ഇത്തവണ അതുണ്ടായില്ല.
എല്ലാം ഗംഭീരമായി തന്നെ വർക്കൗട്ട് ആവുന്നുണ്ട്. ഉം. ദേ വിശാല് ശേഖരനെ കൊല്ലാൻ വേണ്ടി തോക്കെടുത്ത് പുറപ്പെട്ടു കഴിഞ്ഞു. അവൻ തോക്കെടുത്ത് പുറപ്പെട്ടത് നല്ലത് തന്നെയാ. പക്ഷേ ആ തോക്കിലെ വെടിയുണ്ട ശേഖരന്റെ നെഞ്ച് തുളയ്ക്കണം. ആ, അതിനെന്താ സംശയം? വിശാൽ നല്ല ഉന്നമുള്ളവനല്ലേ അല്ലേ? ഞാനങ്ങനെ കേട്ടിരിക്കുന്നത്. എടാ, ഉന്നം ഉണ്ടായിട്ട് മാത്രം ഇവിടെ കാര്യമില്ല. നിനക്കറിയാലോ, ചാണക്യ ബുദ്ധിയുള്ള ആളാണ് ശേഖരൻ.